ആദ്യം പോകുന്നത് കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി പിടിയിലായതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ്. അസം സ്വദേശിയായ അമിത് ഉറാങ് തൃശൂർ മാളയിൽ നിന്നാണ് പിടിയിലായിരിക്കുന്നത്. നമുക്കൊപ്പം വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്നും കോട്ടയത്ത് നിന്ന് ഗോകുലും ചേരും. ആദ്യം ലെവിനിലേക്കാണ് പോകുന്നത്. ലെവിൻ, മാളയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയായിരുന്നു, എവിടെ വെച്ചായിരുന്നു, പറയാം. സേതു, കോട്ടയത്ത് കൊല നടത്തിയതിനു ശേഷം ഒരു ലോഡ്ജിൽ തങ്ങി അവിടെ നിന്നും രാത്രി രക്ഷപ്പെട്ട് തൃശ്ശൂരിലെ മാള, മേലടൂർ, ആലത്തൂരിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലേക്കാണ് പ്രതിയായിട്ടുള്ള ആസാം സ്വദേശിയായിട്ടുള്ള അമിത് ഉറാങ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ച വിവരം. പോലീസ് കൃത്യമായി പ്രതിയെ തന്നെ സംശയിച്ചിരുന്നു. കൊല നടന്ന സ്ഥലത്തെ ഉപയോഗിച്ച ആയുധത്തെ അടക്കം വിരലടയാളങ്ങൾ ശേഖരിച്ച് പ്രതി ഇയാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തതിനു ശേഷം പ്രതിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ തൃശൂരിലേക്ക് രക്ഷപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. തുടർന്ന് കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം തൃശൂർ റൂറൽ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ കണ്ടെത്തുന്നതും ഇയാളെ ട്രാക്കിലാക്കുന്നതും. അതിനുശേഷം ഇന്ന് പുലർച്ചെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലെത്തി നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ പുലർച്ചെയാണ് ഇയാൾ പ്രതിയെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ച വിവരം. പോലീസിന് കൃത്യമായ വിവരങ്ങൾ പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. കോട്ടയത്തെ ദമ്പതികളെ കൊലപ്പെടുത്തുന്നതിന് കാരണമായി ഇതിനോടകം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ നിന്നും പ്രതി നേരത്തെ ജോലി ചെയ്ത സമയത്ത് ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. ആ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദമ്പതികൾ നൽകിയ പരാതിയും ആ പരാതിയെ തുടർന്ന് ഇയാൾക്ക് കേസ് നേരിടേണ്ടി വന്നതും ഇയാളുടെ കുടുംബ ബന്ധങ്ങളെ അടക്കം ബാധിച്ചു എന്നുള്ളൊരു സംശയവുമാണ് നിലനിൽക്കുന്നത്. ഇതിൽ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് പ്രതിക്ക് ഇരട്ടക്കൊല നടത്താൻ കാരണമായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും രാവിലെ തന്നെ പ്രതിയെ കൊല നടത്തി മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട മാള മേലടൂരിലെത്തി. ഇയാളെ ഈ പ്രതിയുമായി അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പോയിട്ടുണ്ടോ? സേതു, പോലീസ് കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘത്തിനൊപ്പം പ്രതിയെ ഇപ്പോൾ ജില്ലയിലേക്ക് കോട്ടയത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതിയെ പിടികൂടുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ നൽകിയത്. ഇന്നലെ തന്നെ ഈ വിവരങ്ങൾ ഏകദേശം സ്ഥിരീകരണമായതോടുകൂടി പ്രതി ആരാണെന്നുള്ള ഒരു ഏകദേശ വിവരങ്ങൾ ലഭിച്ചതോടുകൂടി തന്നെ പ്രതി രക്ഷപ്പെട്ട വഴിയിൽ വിവിധ ജില്ലാ പോലീസ് മേധാവികൾക്ക് കോട്ടയം പോലീസ് വിവരങ്ങൾ കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ എത്തിച്ചേരാൻ ഇടയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം പോലീസ് കൂടി ഇവിടേക്ക് എത്തുന്നതോടുകൂടിയാണ് പ്രതിയെ പിടികൂടുന്നത്. കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്നും ഗോകുൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പ്രതിയുമായി പോലീസ് സംഘം കോട്ടയത്തേക്ക് തൃശ്ശൂരിൽ നിന്നും യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സേതു, ഓക്കെ, ശരി ലെവിൻ. കോട്ടയത്ത് നിന്ന് ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പ്രതിയുമായി അന്വേഷണ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ തന്നെ ഉണ്ടാകുമോ? ഇയാളുടെ ഇനി മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്, കോടതിയിൽ ഹാജരാക്കണം. എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ? സേതു, ഇന്ന് തന്നെ ഈ നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കോട്ടയം ജില്ലയിൽ എത്തിക്കും. അതിനുശേഷം മെഡിക്കൽ പരിശോധനയായിരിക്കും ഉണ്ടാവുക. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ കൂടി ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. പരമാവധി വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് പോലീസ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒപ്പം ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചത് വളരെ വലിയ കാര്യമായി തന്നെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് പഴുതുകളില്ലാത്ത അന്വേഷണ പരിശോധനകളിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് പ്രതിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയും പ്രതിയിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എത്തിപ്പെടുവാനായിട്ട് പോലീസിന് സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ സംഭവം ഉണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസ് കൃത്യമായിട്ട് സംശയം ഉണ്ട് എന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി തന്നെ ന്യൂസ് മലയാളത്തോടക്കം പ്രതികരിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് പ്രതിയെപ്പറ്റി എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യ മണിക്കൂറിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അമിത്തിനെ തന്നെ അല്ലെങ്കിൽ അമിത് ഉറാങ്ങിനെ പറ്റി തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആദ്യം പരിശോധിച്ചത് മുമ്പ് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു സമാനമായ കുറ്റകൃത്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ വീട്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു മോഷണ കുറ്റകൃത്യം. അതിൽ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിയായിട്ടുള്ള ആളെ തന്നെയാണ് ആദ്യം പോലീസ് സംശയരൂപേണ നോക്കിക്കണ്ടത്. തുടർന്ന് നടത്തിയിട്ടുള്ള വിരലടയാള പരിശോധനയിൽ തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവത്തിൽ ആ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കോടാലിയിലും അതോടൊപ്പം തന്നെ അവിടുത്തെ വാതിലിലും ജനലിലും അമിത്തിന്റെ തന്നെ ഫിംഗർ പ്രിന്റുകൾ കണ്ടെത്തുകയും തുടർന്ന് പ്രതി അമിത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. തുടർന്ന് CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷനിലെ CCTVകൾ പരിശോധിച്ചു. അതിൽ കൃത്യമായിട്ട് പെട്ടിട്ടുണ്ട്.
റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്ന് ലോഡ്ജിൽ അയാൾ തങ്ങിയിരുന്നു എന്നുള്ള വിവരം ലഭിച്ചതനുസരിച്ച് ലോഡ്ജിലെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചപ്പോഴും ലോഡ്ജിൽ നിന്നും ഈ ബിനോ എന്ന് പറയുന്ന ലോഡ്ജിലെ 7-ാം നമ്പർ മുറിയിൽ നിന്നും അയാൾ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കൃത്യമായിട്ട് ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് കൃത്യമായിട്ട് പോലീസ് ആ പ്രതിയിലേക്ക് തന്നെ എത്തിച്ചേരുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏറെ നിർണായകമായിട്ട് ഇയാൾ എടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ്, കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ആ ടിക്കറ്റ് ഇന്നലെ ആ കൊലപാതകം നടന്ന വീട്ടിൽ തന്നെ ലഭിക്കുകയുണ്ടായി. അത് അയാളുടെ കയ്യിൽ നിന്ന് അവിടെ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി. അതും ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറിയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും മുൻപത്തെ കേസ് റെക്കോർഡുകളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇപ്പോൾ ഇയാളിലേക്ക് എത്തിയത്. മറ്റൊരു കാര്യം, ഈ കൊലപാതകം നടത്താൻ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ട് നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് ആ വീടിനെയും അവിടുത്തെ ആൾക്കാരെയും പറ്റി അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു നിഗമനത്തിലും പോലീസ് ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് ഇയാളിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തുകയായിരുന്നു. എന്തായാലും ഇയാളും ഇയാളുടെ ഭാര്യയും നേരത്തെ ഒരു 6 മാസം മുമ്പാണ് ഈ തിരുവാതിക്കലെ ശ്രീവത്സം വീട്ടിൽ വിജയകുമാറിൻ്റെ ജോലിക്കാരനായിട്ടുണ്ടായിരുന്നത്. വിജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ അമിത് ഉറാങ് എന്ന് പറയുന്ന ആൾ ജോലിക്കുണ്ടായിരുന്നത്. ഇയാളുടെ ഭാര്യ ഇവരുടെ വീട്ടിലും ജോലിക്കുണ്ടായിരുന്നു. പകൽ സമയം ഈ ഓഡിറ്റോറിയത്തിൽ ജോലിക്ക് ശേഷം രാത്രി കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശ്രീവത്സം വീട്ടിലേക്ക് അമിത്തും എത്തിയിരുന്നു എന്നാണ് അവിടുത്തെ ജീവനക്കാർ ഇന്നലെ നമ്മളോട് പറയുകയുണ്ടായത്. തുടർന്ന് ഇയാൾ ഇത്തരത്തിൽ 1.5 ലക്ഷം രൂപയോളം വില വരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇയാളുടെ അസമിലെ ഗ്രാമത്തിലെത്തിക്കൊണ്ടാണ് കോട്ടയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. തുടർന്ന് ഇവിടെ എത്തി അറസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കിയതിന് ശേഷം ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആരും വന്നിരുന്നില്ല. അങ്ങനെയാണ് ഇയാൾക്ക് 6 മാസം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് ആ മോഷണ കേസിൽ. ആ ഒരു കേസിൽ ഏപ്രിൽ 3-ാം തീയതിയാണ്, ഈ മാസം 3-ാം തീയതിയാണ് അയാൾ ജയിലിന് പുറത്തിറങ്ങുന്നത്. തുടർന്ന് ഇയാൾക്ക് ആ വീട്ടുകാരോടുണ്ടായിട്ടുള്ള വൈരാഗ്യമാണ് അല്ലെങ്കിൽ വ്യക്തിവിരോധമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ പ്രതിയുമായിട്ടുള്ള സംഘം കോട്ടയത്തേക്ക് എത്തുന്ന മുറയ്ക്ക് വീണ്ടും ഗോകുലിലേക്ക് മടങ്ങിയെത്താം.